ജേർണലിംഗ് എവറി ഡേ ഇസ് നോട്ട് ഈസി. അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെയല്ല. പക്ഷേ ഈ പരിപാടി കൊണ്ട് പല ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇഫ് വൺ ഫോം ഓഫ് ജേർണലിംഗ് ഡസൻ വർക്ക് ഫോർ യു, വി ഹാപ്പൻ ടു ഹാവ് ഓപ്ഷൻസ്. അതിൽ ആദ്യത്തേത് 5 മിനിറ്റ് ജേർണൽ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. സ്ട്രക്ചേർഡ് നോട്ട്ബുക്ക് ആയിരിക്കും. ഐഡിയലി ദ ഹോൾ പ്രോസസ് ഓഫ് ജേർണലിംഗ് ഈസ് സപ്പോസ് ടു ബി എ റിലാക്സേഷൻ. അങ്ങനെയാണെങ്കിൽ കൂടി ദ ഐഡിയ ഓഫ് റൈറ്റിംഗ് ക്യാൻ ബി ക്വൈറ്റ് എ പെയിൻ. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇങ്ങനത്തെ നോട്ട്ബുക്കുകളുടെ യൂസ് വരുന്നത്. 5 മിനിറ്റ് ജേർണൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ യു ഓപ്പൺ, അതിൽ ഓൾറെഡി പോയിന്റേഴ്സ് ഉണ്ടാവും. നമ്മൾ ഒരു ബ്ലാങ്ക് പേജിൽ എഴുതി ഫില്ല് ചെയ്യുന്ന പരിപാടിയല്ല, അതിൽ ഓൾറെഡി ഉണ്ടാവും. സി ഹിയർ, ഇവിടെ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ, വാട്ട് വുഡ് മേക്ക് ടുഡേ ഗ്രേറ്റ്, ഡെയിലി അഫർമേഷൻ, ഹൈലൈറ്റ്സ് ഓഫ് ദി ഡേ, വാട്ട് ഡിഡ് ഐ ലേൺ ടുഡേ. അപ്പോൾ നമ്മൾ ആ ദിവസത്തെ ഒരു 3 പോയിന്റ്സ്, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ, ഈ 3 കാര്യങ്ങൾക്ക് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. അവിടെ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വലിയ ടൈം എടുക്കില്ല, ഒരുപാട് ടൈം കൺസ്യൂമിങ് ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്കിത് എഴുതി തീർക്കാം. ആൻഡ് ദ ജോബ് ഇസ് ഡൺ ആൻഡ് വി ഫീൽ ഗുഡ്. രണ്ടാമത്തത്, ഇങ്ങനൊരു 3 എഴുതണം എന്നുള്ളതുകൊണ്ട് വി സെർച്ച് ഫോർ ദോസ് 3 പോയിന്റ്സ്. ഇന്നത്തെ 3 നല്ല കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കും. എത്ര അലമ്പ് ദിവസമാണെന്ന് പറഞ്ഞാലും ദർ വിൽ ഓൾവേസ് ബി തിങ്സ് ദറ്റ് യു ക്യാൻ ഫിഗർ ഔട്ട് വൺസ് യു ഗിവ് ഇറ്റ് എ ലിറ്റിൽ തോട്ട്. കുറച്ചൊന്ന് ആലോചിച്ചാൽ കിട്ടും. സോ ഇറ്റ് ഈസ് എ വെരി പോസിറ്റീവ്, അഫർമേറ്റീവ് അങ്ങനത്തെ ബുക്കാണ്. ഇത് കുട്ടികൾക്ക് വളരെ യൂസ് ചെയ്യാവുന്ന ബുക്കാണ്. കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാവുന്ന ബുക്കാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ അഡൾട്ട് ദേ ക്യാൻ സിറ്റ് ഡൗൺ ആൻഡ് തിങ്ക് അബൌട്ട് ദ 3 തിങ്സ് ദാറ്റ് ദേ ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൺ ദാറ്റ് ഡേ. അങ്ങനെ ചിന്തിച്ച് എഴുതാൻ പറ്റുന്ന ഒരു റിലാക്സിങ്, ടൈം കൺസ്യൂമിങ് അല്ലാത്ത ഒരു മെത്തേഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഓർ അതർവൈസ് കോൾഡ് 5 മിനിറ്റ് ജേർണൽ. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ, ഡേറ്റ് ബൈ ഡേറ്റ്. നമ്മൾ ഡയറി ഒക്കെ എടുക്കുന്ന പോലെ ഒരു വർഷത്തിൻ്റെ തുടക്കം നമ്മൾ ആ പെർട്ടിക്കുലർ ഡയറി എടുക്കുന്നു ആൻഡ് വി ഫിൽ ഔട്ട് അക്കോർഡിംഗ് ടു ദ ഡേറ്റ് ആ ദിവസം എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ ദിവസം എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് യു വോണ്ട് ടു റൈറ്റ് അബൌട്ട്. അങ്ങനെ എഴുതുന്ന ആ മെത്തേഡ് ഫോളോ ചെയ്ത കാലാകാലങ്ങളായിട്ട് ആ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. അങ്ങനെ എനിക്ക് ഒരുപാട് ഡയറികളുണ്ട്. ഇപ്പോൾ 4th സ്റ്റാൻഡേർഡ് തൊട്ട് ഇങ്ങോട്ടുള്ള ഡയറീസ് എല്ലാം ഉണ്ട്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ആസ് ഇൻകൺസിസ്റ്റന്റ് ആസ് ഐ വാസ്, ഒരു വർഷം അവസാനിക്കുമ്പോൾ ഒരു ഡയറി ഡിസംബർ 31 ഒരു പെർട്ടിക്കുലർ ഇയർ കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പറ്റില്ല, കാരണം ഡേറ്റ് കഴിഞ്ഞു. അടുത്ത വർഷത്തെ ഡയറി എടുത്തേ പറ്റൂ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് empty പേജസ് ആണ്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ 2019, 20, 21, 22, 23 ഇങ്ങനെ ഡയറികൾ, ലൈക്ക് വലിയ വലിയ ഡയറികൾ. പക്ഷെ ഞാൻ ബെയർലി ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഡെയിലി ആ ഒരു റിലീജിയസ് ആയിട്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിരുന്നില്ല. പക്ഷെ എടുത്തു വയ്ക്കാൻ കുറച്ച് പേജസിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ ഡയറിക്ക് ഉള്ളൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ലൊക്കേറ്റ് ചെയ്യാം, ഇൻസിഡൻസ് ലൊക്കേറ്റ് ചെയ്യാം. ഇന്ന ഇയർ, ഇന്ന മന്ത്, ഇന്ന ഡേറ്റ്. നമ്മൾ കംപ്ലീറ്റ്ലി മറന്നു പോകാൻ സാധ്യതയുള്ള ഇൻസിഡൻറ്റ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കായിരുന്നു, 2019 ഞാൻ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഇയർ ചെന്നൈ കലാക്ഷേത്രയിൽ ഞാൻ കളരി ചെയ്തിരുന്നു. ആ ഒരു ടൈം പീരീഡിനെ കുറിച്ച് എനിക്ക് തീരെ മെമ്മറി ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ലൈഫ് മൂവ്ഡ് ഓൺ ആൻഡ് ആ ഒരു ആക്ടിവിറ്റി ഞാൻ കംപ്ലീറ്റ്ലി വിട്ടു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വായിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, കളരി ഓരോ ദിവസവും വാട്ട് വാസ് ദ ജേർണി ലൈക്ക് ഫോർ മീ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അത്രയും പാഷനേറ്റ് ആയിട്ട് അന്ന് ഞാൻ എഴുതിയതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് അതിൽ എനിക്ക് വായിക്കാൻ പറ്റി. അപ്പോൾ അത് അങ്ങനെ ആ ടൈം പീരീഡ് വെച്ച് ഡോക്യുമെൻ്റ് ചെയ്തതുകൊണ്ടാണ് അത് പറ്റിയത്. അതേപോലെ ഞാൻ 7th സ്റ്റാൻഡേർഡിൽ ഒരു ഡയറി എടുത്ത് വായിച്ചപ്പോഴാണെങ്കിലും അതും ആ ഒരു കുട്ടിക്കാലത്തിൻ്റെ ഒരു എസെൻസ് കീപ്പ് ചെയ്ത്, അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഡേ ബൈ ഡേ, ഡേറ്റ് ബൈ ഡേറ്റ് ജേർണലിന്. പക്ഷേ ദാറ്റ് മെത്തേഡ് വാസ് നോട്ട് വർക്കിംഗ് ഫോർ മീ എനിമോർ. അതുകൊണ്ട് ഐ സ്വിച്ച് ടു ദിസ് വൺ. അതെന്താണെന്ന് വെച്ചാൽ ഡേറ്റുകളൊന്നുമില്ല. ഞാൻ എടുത്ത ഡയറി 2024 എൻ്റെ ഡയറി ഇതാണ്. ഇതിൽ നോ പെർട്ടിക്കുലർ ഡേറ്റ്, ബട്ട് ദിസ് ഇസ് എ ഡെസിഗ്നേറ്റഡ് നോട്ട്ബുക്ക് ദാറ്റ് ഐ യൂസ് ഫോർ ദിസ് ഇയർ. ഇപ്പോൾ ഇഫ് ഐ വോണ്ട് ടു റൈറ്റ്, ഞാൻ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എഴുതുന്നു. മേ ബി ടുമോറോ ഐ ഡോണ്ട് റൈറ്റ്. എനിക്ക് എഴുതണമെന്നില്ല, എനിക്ക് തോന്നുന്നില്ല, ഇറ്റ് ഇസ് നോട്ട് കമ്മിങ് ഫോർ മീ, എഴുതിയില്ല. വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ജേർണൽ ചെയ്യാനുള്ളൊരു മൈൻഡ് വന്നു, ഞാൻ എഴുതുന്നു. മേ ബി ഒരു പാരഗ്രാഫ് എഴുതുന്നു, ഓർ ഐ ഡു ആൻ എൻറ്റയർ പേജ്. എഴുതി കഴിഞ്ഞു. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, August 2 കഴിഞ്ഞിട്ട് ഞാൻ September 3 എഴുതുന്നതെങ്കിലും ഇതിനകത്ത് ഞാൻ ഡേറ്റ് ഇട്ട് അങ്ങ് എഴുതുകയാണ്. ഇറ്റ് ഇസ് എ നോട്ട്ബുക്ക്, ഇറ്റ് ഇസ് പ്രാക്ടിക്കലി എ നോട്ട്ബുക്ക്. അതുകൊണ്ട് ദ ഡേയ്സ് ആർ കണ്ടിന്യൂസ്, എൻ്റെ എൻട്രീസ് ആർ കണ്ടിന്യൂസ്, ദർ ഇസ് നോ ഗ്യാപ്പ് പേജ്. എംപ്റ്റി പേജ് എന്ന് പറയുന്ന സംഭവമില്ല. അപ്പോൾ ഞാൻ എഴുതിയെടുത്തോളം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഓക്കെ ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഫിൽഡ്.
ഈ മെത്തേഡിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഡെയിലി എഴുതാമെന്ന് നിർബന്ധം ഇല്ലാണ്ടായാൽ പിന്നെ ഞാൻ കുറച്ചും കൂടി അധികം എഴുതുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതും ഒരു മെത്തേഡാണ്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് പേജസ് ആണ്. ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു ബുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലിയ കാമറോൻ്റെ ആർട്ടിസ്റ്റ് വേ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അവർ മെൻഷൻ ചെയ്യുന്ന മെത്തേഡാണ്. ദിസ് മെത്തേഡ് ഇസ് ടെക്നിക്കലി വാട്ട് ഇസ് ഇറ്റ്? 3 pages of long hand stream of consciousness writing, ideally done first thing in the morning. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു. മോർണിംഗ് പേജസ് ആസ് ദ നെയിം സജസ്റ്റ്, നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് പോലെ രാവിലെ എഴുന്നേൽക്കുന്നു. ഒരു ഡെസിഗ്നേറ്റഡ് നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എനിത്തിങ്, യുവർ ഓർഡിനറി ജേർണൽ വിൽ ഓൾസോ വർക്ക്. നേരത്തെ എടുത്ത ഡയറിയോ ഡേറ്റ് ഇല്ലാത്തതോ ഏതാണെങ്കിലും മോർണിംഗ് പേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വേറെ എന്ത് ചെയ്യുന്നതിന് മുൻപേ യു ടേക്ക് എ പെൻ. ഇത് മസ്റ്റ് ഡിജിറ്റലി തീരെ ചെയ്യുന്ന കാര്യമല്ല, ഇറ്റ് ഇസ് മെൻ ടു ബി ഡൺ ലോങ് ഹാൻഡ്. നമ്മൾ ഹാൻഡ് റിട്ടൺ തന്നെ എഴുതുന്നത്, കാരണം നമ്മുടെ ഐഡിയാസിൻ്റെ പേസും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. യു ആക്ച്വലി സിറ്റ് ആൻഡ് ഡിവോട്ട് ദാറ്റ് ടൈം ടു റൈറ്റിംഗ്. ഇവർ പറയുന്ന മെത്തേഡ് അനുസരിച്ച് 3 pages ആണ്. ഞാൻ അത്രയും നിർബന്ധം പറയില്ല, യു ക്യാൻ ലിമിറ്റ് ടു ഹൗ മച്ച് എവർ യു വോണ്ട് ടു. പക്ഷേ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡീക്ലട്ടറിങ്. എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഫസ്റ്റ് തിങ് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചിന്തിക്കാതെ, ഗ്രാമർ സ്ട്രക്ചർ ഇല്ലാതെ, സെൻറ്റൻസ് സ്ട്രക്ചർ ഇല്ലാതെ, ഒരു വിധത്തിലുള്ള തോട്ട് പ്രോസസ്സും ഇല്ലാതെ യു ആർ ഡംപിങ് വാട്ട് എവർ കംസ് ടു യുവർ ഹെഡ് ഓൺ ടു ദ പേപ്പർ വിത്ത് ദാറ്റ് പെൻ ആൻഡ് യു ആർ ഡൺ. അത് കഴിയുമ്പോഴത്തേക്കും ഇത് കഴിഞ്ഞാൽ യു ഡോണ്ട് റീവിസിറ്റ് യുവർ മോർണിംഗ് പേജസ്, ഇറ്റ് ഈസ് ഡൺ, ദാറ്റ് ക്ലട്ടർ ഈസ് ഔട്ട് ഓഫ് ദ വേ. അത് കഴിഞ്ഞിട്ട് യു സ്റ്റാർട്ട് യുവർ ഡേ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള മെത്തേഡാണ് മോർണിംഗ് പേജസ്. ഇറ്റ് ഈസ് മെൻ ടു എൻഹാൻസ് യുവർ ക്രിയേറ്റിവിറ്റി. നമുക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ യു ഫിൽട്ടർ ഇറ്റ് ഔട്ട്. ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് റിഫ്ലക്ഷൻസോ മോർണിംഗ് പേജസോ ഡെയിലി എൻട്രിയോ അങ്ങനെ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അവരവർക്ക് ഇഷ്ടമുള്ള മേഖലയെക്കുറിച്ച് ഒരു ജേർണൽ വയ്ക്കാൻ താല്പര്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ റീഡേഴ്സ് ജേർണൽ. ഞാൻ വായിക്കുന്ന ബുക്കുകളെക്കുറിച്ച് മാത്രം, ആ ബുക്കുകളിൽ എനിക്കിഷ്ടപ്പെട്ടത് എന്താണ്, ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, ആ ബുക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കോട്ട്സ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കാൻ എനിക്കൊരു സ്ഥലം. ആ രീതിക്ക് ഞാനെടുത്ത ബുക്കാണ് ഇത്, റീഡേഴ്സ് ജേർണൽ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആകെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ലൈൻസ്, എനിക്ക് ഓർത്ത് വയ്ക്കാനുള്ള കുറച്ച് എക്സേർബ്സ്, അല്ലെങ്കിൽ വാട്ട് ഡിഡ് ഐ ഫീൽ ആഫ്റ്റർ റീഡിങ് ദാറ്റ് പെർട്ടിക്കുലർ ബുക്ക്, ഡിഡ് ഇറ്റ് ഗീവ് മീ ജോയ്, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞോ, എനിക്ക് എത്ര ദിവസം എടുത്തു അതിൽ നിന്ന് റിക്കവർ ആവാൻ, ആ ബുക്കിൽ തന്നെ ആ ലോകത്തുനിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ നമ്മളെ തോന്നിപ്പിക്കുന്ന പലതരത്തിലുള്ള ചിന്തകളുണ്ടല്ലോ, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെയാണ് ഞാൻ ഈ ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദിസ് യൂസ് ടു ബി മൈ റീഡേഴ്സ് ജേർണൽ, പക്ഷെ നോട്ട് എനി മോർ. ഇപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ റീഡേഴ്സ് ജേർണൽ ഞാൻ വായിക്കുന്നത്, ഞാൻ അതിനിടയ്ക്ക് ട്രാവൽ ചെയ്യുന്നു, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകുന്നു, എപ്പോഴും ഈ ഒരു ഫിസിക്കൽ നോട്ട്ബുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ബിക്കോസ് ഓൾറെഡി മറ്റ് ജേർണലൊക്കെ ഉണ്ട് എന്നൊക്കെ വന്നപ്പോൾ ഇത് പലപ്പോഴും മിസ്സായി. അപ്പോൾ ഞാൻ വായിക്കുന്ന ബുക്സിനെ കുറിച്ചിട്ടുള്ള കോട്ട്സൊക്കെ ഞാൻ ചിലപ്പോൾ ഫോണിൽ എഴുതിയിടും, ചിലപ്പോൾ ഏതെങ്കിലും ബുക്കിൻ്റെ ബാക്കിൽ എഴുതിയിടും, അങ്ങനെ പതുക്കെ അതൊക്കെ മിസ്സാവാൻ തുടങ്ങി. സോ ഐ ഡിസൈഡഡ് ടു കൺസോളിഡേറ്റ് ഇറ്റ് ഓൾ ഇൻ ടു വൺ പ്ലേസ്. അതാണ് എൻ്റെ നോഷൻ പേജ്. ഞാൻ അടുത്ത കാലത്താണ് നോഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്, പക്ഷേ ഐ ഹവ് ഫൗണ്ട് ഇറ്റ് ടു ബി വെരി 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 ഹെൽപ്ഫുൾ. ഒരു ഡിജിറ്റൽ ഓർഗനൈസ്ഡ് സ്പേസാണ് ഫോർ എനിത്തിങ് അറ്റ് ഓൾ. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസാണ്. അവിടെയാണ് ഞാനിപ്പോൾ എൻ്റെ പല കാര്യങ്ങളും വെക്കുന്നത്, ഇൻക്ലൂഡിങ് റീഡിങ്. ഞാൻ ഒരു ഇയറിലെ ബുക്സ് വായിക്കുന്നത് മന്ത് ബൈ മന്ത്. ആ ബുക്കിന് എനിക്ക് ഓരോന്നിനും ഇൻഡിവിജ്വൽ പേജ് ക്രിയേറ്റ് ചെയ്യാം. ആ ഇൻഡിവിജ്വൽ പേജിനകത്ത് ഐ ക്യാൻ റൈറ്റ് അബൌട്ട് മൈ റിഫ്ലക്ഷൻസ് അബൌട്ട് ദ ബുക്ക്, മൈ ഫേവറേറ്റ് കോട്ട്സ് അബൌട്ട് ദ ബുക്ക്. അപ്പോൾ നോഷൻ എൻ്റെ ലാപ്ടോപ്പിലും ഉണ്ട്, എൻ്റെ ഫോണിലും ഉണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് എ പോക്കറ്റ് ജേർണൽ ദാറ്റ് ഐ ക്യാൻ ക്യാരി എനിവെയർ ആൻഡ് എവറിവെയർ. സോ ഇറ്റ് ഈസ് ഓൾവേസ് വിത്ത് മീ. ഞാൻ ജേർണലിങ്ങിൻ്റെ കാര്യത്തിൽ ഐ എം എ പെൻ ആൻഡ് പേപ്പർ പേഴ്സൺ. പക്ഷേ റീഡിങ് ജേർണലിങ്ങിൻ്റെ കാര്യത്തിൽ ഇതെനിക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു കൺവീനിയൻസ് കൊണ്ട് ഞാൻ നോഷൻ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ നോഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ പിന്നീട് നോക്കാം. ഈ റീഡേഴ്സ് ജേർണലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വായിക്കാൻ താല്പര്യമില്ല, പക്ഷേ പ്ലാൻസിന് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ഹാവ് എ പ്ലാൻഡ് ജേർണൽ. ഇപ്പോൾ യു ഹാവ് എ ഫിറ്റ്നസ് ജേർണി ടു ഗോ ത്രൂ, ഒരു ഗോളുണ്ട്, യു ക്യാൻ റെക്കോർഡ് യുവർ ഫിറ്റ്നസ് തിങ്. ഇപ്പം ഞാൻ നേരത്തെ കളറിയുടെ കാര്യം പറഞ്ഞതുപോലെ യു ക്യാൻ റെക്കോർഡ്. അതിനുവേണ്ടി മാത്രമുള്ള, അത് മാത്രം ചെയ്യാൻ. ഡ്രൈവിംഗ് പഠിക്കുന്നതിൻ്റെ ഒരു ജേർണി റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. അങ്ങനെ നമ്മുടെ ഡ്രീംസ്, ഗോൾസ് അങ്ങനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ. ഓർ യു ക്യാൻ ഹാവ് എ പോക്കറ്റ് ജേർണൽ. എപ്പോഴും കയ്യിലുണ്ടാവുന്ന ഐഡിയാസിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു കാര്യം തോന്നിയാൽ എഴുതി ജോട്ട് ചെയ്യാൻ വെക്കാനായിട്ട് പോക്കറ്റ് ജേർണൽ. ഇങ്ങനത്തെ കുട്ടി ഡയറീസൊക്കെ, ചെറിയ പോക്കറ്റ്, ഇത്രയും ഹെവി അല്ല, പക്ഷേ യു ക്യാൻ ഹാവ് സ്മോൾ വൺസ്, യു ക്യാൻ ക്യാരി എവറിവെയർ. അങ്ങനത്തെ പോക്കറ്റ് ജേർണൽസ് വയ്ക്കാം.
എഴുതാനുള്ള സ്റ്റോറി ഐഡിയാസിന് യു ക്യാൻ ഹാവ് എ സ്റ്റോറി ജേർണൽ. ഓർ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ട്രാവൽ ജേർണൽ. നമുക്ക് ഡോക്യുമെൻറ്റ് ചെയ്യാൻ ഒരു സ്ഥലത്ത് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യാൻ ട്രാവൽ ജേർണൽസ്. അങ്ങനെ നമ്മുടെ നീഷ് അനുസരിച്ച് യു ക്യാൻ ഹാവ് either 1 or 2 or all of them. അത് നമ്മുടെ ഇഷ്ടം പോലെ. ഇതിൽ ചിലതെങ്കിലുമൊക്കെ ഒന്നിച്ചാക്കാൻ പറ്റുന്ന ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ് ബുള്ളറ്റ് ജേർണൽ. നമ്മുടെ ഗോൾസ് ട്രാക്ക് ചെയ്യാൻ, ഒരു വീക്ക്ലി പ്ലാനർ കൊണ്ടുവരാൻ, നമുക്കൊരു ഹാബിറ്റ് ട്രാക്കർ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനായിട്ട്, അങ്ങനെ പല രീതിയിലും ഒരു വെൽനെസ് ജേർണിയിൽ ഇൻവോൾവ് ആകാൻ താല്പര്യമുള്ള ആളാണ് നിങ്ങൾ. നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സെൽഫ് ഷുഡ് ബി ബെറ്റർ ദാൻ വാട്ട് യു ആർ റൈറ്റ് നൗ. അല്ലെങ്കിൽ അതിൽ അവനവനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനത്തെ കാര്യങ്ങളിൽ ട്രാക്ക് ചെയ്ത് അതിനകത്തുള്ള പ്രോഗ്രസ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ താല്പര്യമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ എന്നെപ്പോലെ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. ബുള്ളറ്റ് ജേർണലിനെ കുറിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. പക്ഷേ ഫോർ നൗ ദീസ് ആർ ദ ടൈപ്പ് ഓഫ് ജേർണൽസ്. സോ ഇത്രയും ടൈപ്പ് ഓഫ് ജേർണൽസ് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റിയത് ഏതാണെന്ന് നിങ്ങൾക്കും ഇതിനോടകം മനസ്സിലായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഫ് അറ്റ് ഓൾ യു ആർ ഇൻ ടു ജേർണലിംഗ്, ഐ ഹോപ്പ് യു ഹാവ് അറ്റ്ലീസ്റ്റ് ചോസൺ 1 അറ്റ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. ഇനി ഒരു ഒറ്റ ജേർണൽ ചൂസ് ചെയ്യാതെ നിങ്ങളുടെ ഓരോ താല്പര്യങ്ങൾക്കും ഓരോരോ ജേർണൽ ചൂസ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും നിങ്ങളുടെ ടേബിളും.